ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ശമ്പളം കയറിയാണ്. അപ്പോൾ ദിലുവിന് ട്രീറ്റ് വേണം പറഞ്ഞ് ഓക്കെ തരാമെന്ന് ഞാനും പറഞ്ഞു. ഇപ്പോൾ സമയം 10 മണിയായി, ഇപ്പോഴാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു വിഷയമല്ലേ, നമ്മൾ എന്തിനും നമ്മൾ തയ്യാറാണ്. അപ്പൂസിനും വേണം പറഞ്ഞു അല്ലേ? അപ്പൂസിന് എന്താ വേണ്ടത്? മോതിരോ? അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാണ്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഇതാണ് മാഡം പറഞ്ഞു. എനിക്ക് എന്താ പറയല്ലേ? എന്തുകൊണ്ട് അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മള് ഇവിടുന്ന് നേരെ എന്താ വെച്ചാല് 10 മണിയായി, കട അടക്കം അറിയില്ല എന്താന്ന് എനിക്ക് അറിയില്ല. ജനമായിട്ട് മാറ്റിൽ തന്നെ കഴിഞ്ഞിട്ടില്ലല്ലേ ഗായ്സ്. ഇന്നോട് പറഞ്ഞു 10 മണിക്ക് മാറ്റും പറഞ്ഞു. 10:05 പോവാ. അപ്പൂസിന് എന്താ പറയല്ലേ? പച്ചക്കൊടി നമ്മളിറങ്ങി, ഇക്കും അപ്പൂസും ഇറങ്ങി, ഞാൻ ഇറങ്ങി. ജനലൊക്കെ അഞ്ഞൊരു പൂട്ടാണ് കൈസ്. ജനലൊക്കെ തുറന്നിട്ട് ഇവിടെ കുറ്റിയിടലാണ് കൈസ്. അമർത്താവാണ് പുതിയ ചെപ്പാണ് കൈസ്. നല്ല കണ്ടു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ വാരല്. യൂറിക് ആസിഡ് മാറി, ഇന്നലെ മാറിയിട്ടുള്ളൂ. ഇന്ന് ഞാൻ വാരല് അടിക്കും. തിരു ഷവായ അല്ല തന്നെ ഒരു അൽഫാം. ഇക്ക വാരല് കഴിക്കണോണ്ട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം ഞാൻ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ഫുഡ് വേണോ എന്ന് ഞാൻ വാരല് വെച്ചു പറഞ്ഞു. അപ്പോൾ വേണം. അപ്പൊ നമ്മൾ ഇന്ന് വാരല് കഴിച്ചു കഴിഞ്ഞാല് പിന്നെ ഒരു 3-4 ദിവസത്തിന് ഇവിടെ ബീട്രൂട്ട് ഉപ്പേരി, ബീട്രൂട്ട് ജ്യൂസ്, ബീട്രൂട്ട് ഉപ്പേരി. ഞങ്ങൾ ഇനി വണ്ടിന്ന് കാണാല്ലേ? ഓക്കെ ബൈ ബൈ. മൈലാഞ്ചൊക്കെ എടുക്കണം കേട്ടോ. ഇന്നലെ കറണ്ട് പോയ ടൈമിൽ മൈലാഞ്ചൊക്കെ എടുക്കണം. അപ്പൂസ് ഇട്ടുക്കണം. അപ്പൂസിന് മൈലാഞ്ചി കാണിച്ചു കൊടുത്താൽ ഒരു കുഞ്ഞിക്കൈമേ ഒരു മൈലാഞ്ചി ഉണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ വണ്ടൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ദിലുവിന് എനിക്കെന്താ പറഞ്ഞത്? അൽഫാമും. എനിക്ക് അൽഫാമല്ല, എനിക്ക് ചിക്കൻ മധുഹൂത്താന്ന്. അൽഫാം മതിയോ? അപ്പം അതല്ലേ ചോദിച്ചത്. ഓക്ക് അൽഫാമും എനിക്ക് വാരലും. അപ്പൂസിന് എന്താണ്ടി അതിന് നോക്കിക്കോ ഓർഡർ ചെയ്തോ. അപ്പോൾ ദിലു പറഞ്ഞ സാധനമൊക്കെ കിട്ടിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ മയോണൈസ് മോരുകൊണ്ടേക്കാണ് ഉണ്ടാക്കുക. കാരണം മന്തി മധുഹൂത്ത്. പിന്നെ ഈ പീസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് എന്താ പറയുക, പുഴക്കല്ലുമ്മ പൊരിച്ച പീസാണ് ഗൈസ്. ജസ്റ്റ് ഇട്ടത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഇതാണ് വാരല്. പിന്നെ മെയിൻ മുളക്, ഉള്ളി. ഇതാണ് നമ്മൾ ഗൈസ് മോരോട് ഉണ്ടാക്കിയ മയോണൈസിന്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? കൊണ്ടുപോയി അപ്പൂസ് രസമുണ്ടോ? ഞാൻ കഴിച്ചോട്ടെ. ബീഫൊക്കെ നല്ല കണ്ടിട്ട് തന്നെ ഗൈസ്, നല്ല അടിപൊളി ബീഫ്. എനിക്ക് ആരോ വായ വന്ന് അത് കൊണ്ടുപോയി. ഇനി ഇത് കഴിച്ചിട്ട് പിന്നെന്താ എനിക്ക് വേണ്ടി? ഇനി ഒന്നും വേണ്ട. ഐസ്ക്രീം ഹോട്ടലുണ്ട് ഗൈസ്. എൻജോയ് ചെയ്ത് തിന്നാണ്. അപ്പൂസിനെ ചെത്ത് കൊടുത്ത് ഞാൻ ഫുള്ളാക്കി. ഞാൻ എൻജോയ് ചെയ്ത് തിന്നു. ഇനി ഇതിലും സമാധാനം തിന്നു. ഫുഡ് എങ്ങനെയുണ്ട്? വാരലിൻ്റെ എല്ലാം മാത്രം ഗൈസ്, ബാക്കിയൊക്കെ പള്ളിയിലായി. അപ്പൂസിന് എന്തൊട്ടി ഗൈസ്? ഒരു കാര്യം പറഞ്ഞോ, അപ്പൂസ് കുറേ നേരം വാട്ടം പിടിച്ചിട്ടുണ്ട്. ലെഗ് പീസിന് വാട്ടം പിടിച്ച് കുറേ നിന്ന് കൊടുക്കായിട്ട് ലാസ്റ്റോള് തെറ്റിയൊക്കെ മമ്മോട് അല്ലേ? അപ്പോൾ ഗൈസ് അങ്ങനത്തിലും ഫിനിഷാക്കിയിരിക്കുകയാണ്. 7up കുടിച്ചത്. ഉപ്പൊക്കെ ഇട്ടുണ്ട്. 7up അടിച്ച് ഇനി വാഷ് ചെയ്യുക. എന്നിട്ട് ഞാൻ മുടുക്കുഞ്ഞോണ് മതിയോ? അപ്പോൾ ശമ്പളം കിട്ടിയിട്ട് ഇത്ര മതി ചിലവ്?
അൽഹംദുലില്ലാ റാഹത്തായില്ലേ ഞാൻ കഴിക്കുക. അപ്പോൾ ഗൈസ് കഴിച്ചിറങ്ങി പോലീസ് വണ്ടി വരുന്നുണ്ട് ദിലുവിനെ പിടിച്ചാണ്. പേടിച്ചു ദിലു ഇല്ലേ ഇത് പേടിച്ചില്ലേ? അപ്പൊ സേ ഇനി എന്ത് പരിപാടി? ഇനി നെക്സ്റ്റ് ഇന്ന് എൻ്റെ ഡേ ആണ്. ഇന്ന് എൻ്റെ സാലറി കയറിയ ദിവസമാണ്. പക്ഷെ സാലറി ഇപ്പോൾ കഴിഞ്ഞു, ഇന്നത്തോടെ കഴിഞ്ഞിപ്പോൾ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? നേരെ വീട്ടിൽ പോകും. അവിടെ മാംഗോ ഐസ്ക്രീം ഉണ്ടാവും. കൂട്ടിയാണ്ട് നമ്മൾ എന്ത് ചെയ്യും? കിടന്നുറങ്ങും. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മൾ നേരെ നോക്കുമോ ഇനി വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. അതേപോലെ അപ്പം ഇനി അങ്ങനെ നമ്മൾ എന്താണ് ഇല്ലല്ലേ? അപ്പോൾ എല്ലാവരും നമ്മൾ ഇൻസ്റ്റാഗ്രാം അപ്പോൾ ഗൈസ് എന്താ പറയുക, നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേരും എമ്മി ലൈഫ് തെസാറാണ്. അപ്പോൾ എല്ലാവരും അതിൽ ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.